അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറബിക് ഗ്രാമറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇഅ്റാബിൻ്റെ അസ്ലിയായ അടയാളങ്ങളും ഫർഇയായ അടയാളങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. ഫർഇയായ അടയാളങ്ങൾ 7 ബാബുകളാണ്. അതിൽ നിന്നുള്ള ഒന്നാമത്തെ ബാബാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് അൽ മുസന്ന. എന്താണ് മുസന്ന? ഹുവ മാ ദല്ലല ഇസ്നൈനി അവി ഇസ്നതൈനി വഅഗ്ന അനിൽ മുതഅത്തിഫൈനി. രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് മുസന്ന എന്നുള്ളത്. മാത്രമല്ല വാഗനാനിൽ മുത്തഅത്തിഫൈനി അത്തുഫ് മഅത്തുഫിനെ തൊട്ടത് ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട്. അത്തുഫ് മഅത്തുഫായിട്ട് രണ്ടെണ്ണത്തിൻ്റെ മേൽ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം. പക്ഷെ അത് ഇല്ലാതെ തന്നെ ഒറ്റ പദത്തിൽ തന്നെ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മ. മുസ്ലിമാനി എന്നുള്ള ഉദാഹരണം നോക്കാം. മുസ്ലിമാനി എന്നുള്ള പദം ഇന്നഹു യദുല്ലു അലസ്നൈനി, അത് രണ്ടെണ്ണത്തിൻ്റെ മേൽ രണ്ടാളുടെ മേൽ അറിയിക്കുന്നുണ്ട്. ഒയുഗനിയാൻ കൗലിക്കാൻ, എൻ്റെ വാക്കിനെ തൊട്ടത് ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിമൻ വ മുസ്ലിമൻ അങ്ങനെയും പറയാം. പക്ഷെ അതിനെ തൊട്ട് ഒഴിവായി ഒറ്റ പദത്തിൽ തന്നെ രണ്ട് മുസ്ലിമിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് മുസന്ന എന്നുള്ളത്. മുസ്ലിമത്താനി എന്ന് പറയുമ്പോൾ ഫഇന്നഹു യദുല്ലു അല ഇസ്നതൈനി, അതായത് രണ്ട് മുഅന്നസായ ആളുടെ മേൽ അറിയിക്കുമ്പോഴാണ് മുസ്ലിമത്താനി എന്ന് പറയിക്കുന്നത്. ഒയഗ്നി അൻ ഖൗലിക മുസ്ലിമത്തിൻ ഒ മുസ്ലിമത്തിൻ എന്ന് പറയുന്നത് തൊട്ടത് ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമാണ് മുസന്ന എന്നുള്ളത്. ഇനി അതിൻ്റെ ഇഅ്റാബ് നോക്കാം. ഇഅ്റാബുഹു, അതിൻ്റെ ഇഅ്റാബ് യുർഫഉ ബിൽ അലിഫി വയുൻസബു വയുജറു ബിൽ യാഇ. അലിഫ് കൊണ്ടാണ് മുസന്നക്ക് റഫ്അ്, അതോടൊപ്പം യാ കൊണ്ടാണ് ജറും നസ്ബും. നന്നായി പഠിച്ചു വെക്കേണ്ടതാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന മേഖലയാണ് ഈ മേഖല. ഒന്ന് മിസാലുൽ മർഫൂഇ. മർഫൂഇൻ്റെ ഉദാഹരണം അല്ലാഹു തആലയുടെ ഖൗല് വദഖല മഅഹു സിജ്ന ഫതയാൻ. ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് കൂടെ ജയിലിൽ 2 യുവാക്കളും പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ ദഖല എന്നുള്ളത് ഫെയിലിൻ്റെ ഫായിലാണ്, ഫതയാൻ എന്നുള്ളത്. ഫതയാനി എന്നുള്ളത് ഫായിലുൻ മർഫൂൻ, അതിൻ്റെ ഫായിലാണ്. ഇവിടെ റഫ്ഇൻ്റെ അടയാളം വഅലാമത്തു റഫ്ഇഹി അൽ അലിഫ്, അലിഫ് കൊണ്ടാണ് ഇവിടെ റഫ്, കാരണം അത് മുസന്നയാണ്. ഫതയാൻ എന്നുള്ളത് മുസന്നയാണ്. 2 യുവാക്കൾ, ഫത, ഫതയാനി, ഫിത്തിയ, അങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ ഉദാഹരണം മിസാലുൽ മൻസൂബ്. മൻസൂബിനുള്ള ഉദാഹരണം ഖൗലു തആല, അല്ലാഹു തആലയുടെ ഖൗല് ഫവജദ ഫീഹ റജുലൈനി, അവിടെ 2 ആളുകളെ എത്തിച്ചു. ഫവജദ ഫീഹ റജുലൈനി. അപ്പോൾ ഇവിടെ റജുലൈൻ എന്നുള്ളത് മഫ്ഊൽ ബിഹിയാണ്, മൻസൂബാണ്. ഈ മഫ്ഊൽ ഇറാബ് നസ്ബാണല്ലോ. ഇവിടുത്തെ നസ്ബിൻ്റെ അടയാളം യാ കൊണ്ടാണ് ഇവിടെ നസ്ബ് ചെയ്യുന്നത്, കാരണം അത് മുസന്നയാണ്. മിസാലുൽ മജ്റൂറി. മജ്റൂറിൻ്റെ ഉദാഹരണം അല്ലാഹുവിൻ്റെ ഖൗല് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ബി എന്നുള്ള ജെറിൻ്റെ അർഫ് വന്നു, അതുകൊണ്ട് വാലിദൈൻ എന്നുള്ള മജ്റൂറാണ്. അർഫു ജെറിൻ മബിനിയൻ അലൽ കസ്രി. അൽ വാലിദൈനി എന്നുള്ളത് മജ്റൂറായ ഇസ്മാണ്. എന്തുകൊണ്ട്? ബാ കൊണ്ട്. ഇവിടെ ജെറിൻ്റെ അടയാളം യാ ആണ്. യാ കൊണ്ടാണ് ഇവിടെ ജെർ ചെയ്യുന്നത്, കാരണം മുസന്നയാണ്. അപ്പോൾ തസ്നിയക്ക് റഫ് ചെയ്യുന്നത് അലിഫ് കൊണ്ടും നസ്ബും ജറും ചെയ്യുന്നത് യാ കൊണ്ടാണ് എന്ന് നമുക്ക് ഉദാഹരണ സഹിതം മനസ്സിലായല്ലോ. വേറെയും ഒരു ഉദാഹരണം നോക്കാം. ഹളറ ത്വാലിബാനി റഅയ്തു ത്വാലിബൈനി മറർത്തു ബിത്വാലിബൈനി. ഹളറ ത്വാലിബാനി, ഹളറ ഫീലാണ്, ത്വാലിബാനി എന്നുള്ളത് ഫായിലാണ്. 2 വിദ്യാർത്ഥികൾ ഹാജരായി. അവിടെ ഫായിൽ ഇറാബ് റഫ് ആണ്, അലിഫ് കൊണ്ടാണ്, കാരണം തസ്നിയ. റഅയ്തു അത്വാലിബൈനി, 2 വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു. ഇവിടെ റഅയ്തു എന്നുള്ളത് ഫീലും അതോടൊപ്പം ഫായിലും അതിൽ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടു എന്നാണല്ലോ. അപ്പോൾ ത്വാലിബൈൻ എന്നുള്ളത് മഫ്ഊലാണ്, മഫ്ഊൽ ഇറാബ് നസ്ബാണ്, അവിടെ യാ കൊണ്ട്, കാരണം തസ്നിയാണ്. മറർത്തു ബിത്വാലിബൈനി, മറർത്തു ബിത്വാലിബൈനി, അവിടെ ബാഗി ജറിൻ്റെ അക്ഷരം വന്നിട്ടുണ്ട്. ത്വാലിബൈൻ എന്നുള്ള മജ്റൂറാണ്, അവിടെ യാ കൊണ്ട്, കാരണം അത് മുസന്നയാണ്. അതുപോലെ ഹളറത്തി ത്വാലിബത്താനി റഅയ്തു ത്വാലിബത്തൈനി മറർത്തു ബിത്വാലിബത്തൈനി, ഇതെല്ലാം അങ്ങനെ തന്നെ. ഇനി ചില പദങ്ങൾ അത് മുസന്നയല്ല, പക്ഷേ മുസന്നയോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് പദങ്ങളുണ്ട്. അതിനും മുസന്നയുടെ ഇറാബാണ് കൊടുക്കുന്നത്. അത് നമുക്ക് നോക്കാം. അൽ മുൽഹഖു ബിൽ മുസന്ന, മുസന്നയോട് ചേർക്കപ്പെട്ടത്. ഹുവ മാ ഫഖദ ശുറൂത്തൽ മുസന്ന, മുസന്നയുടെ നിബന്ധനകൾ അതിലില്ല, പക്ഷേ വലാകിന്ന യുഅറബു ഇറാബുഹു, ആ മുസന്നയുടെ ഇറാബ് അതിനിക്ക് നൽകപ്പെടും. വഹുവ അർബഅത്തു അൽഫാദിൻ, അത് 4 ലഫ്ളുകളാണ്. ഏതൊക്കെ? ഒന്ന് ഇസ്നാനി, മറ്റൊന്ന് ഇസ്നത്താനി, കില, കിൽത്ത.
അവലൻ ഇസ്നാനി വസ്നത്താനി, ആദ്യത്തെ രണ്ട് പദങ്ങളായ ഇസ്നാനി ഇസ്നത്താനി എന്നുള്ളത് യുൽഹഖാനി ബിൽ മുസന്ന ബില ഷുറൂത്തിൻ, ഒരു നിബന്ധനയുമില്ലാതെ മുസന്നയോട് ഇതിനെ ചേർക്കപ്പെടും എന്ന് പറയുമ്പോൾ കൈഫമാ വുജിദ ഉഇദിബ ഇറാബിൽ മുസന്ന, അതെവിടെ എത്തിച്ചാലും മുസന്നയുടെ ഇറാബായിരിക്കും അതിനെ നൽകപ്പെടുന്നത്. ഇസ്നാനി ഇസ്നത്താനി എന്നുള്ളത് എവിടെ കണ്ടാലും അത് മുസന്നയുടെ ഇറാബാണ് അതിന് നൽകപ്പെടുന്നത്. അതിന് ഉദാഹരണം നോക്കാം. ഫൻഫജറത്ത് മിൻഹുസ്നത്ത അഷ്റത്ത ഐന, ഇവിടെ ഇൻഫജറത്ത് എന്നുള്ളതിൻ്റെ ഫീലിൻ്റെ ഫായിലാണ് ഇസ്നത്ത എന്നുള്ളത്. ഫായിലിന് ഇറാബ് റഫ് ആണല്ലോ, ഇവിടെ അലിഫ് കൊണ്ടാണ്, കാരണം ഇത് മുസന്നയുടെ മുൽഹഖാത്തിൽപ്പെട്ടതാണ്. അതാണ് ശേഷം പറയുന്നത് ഇസ്നത്ത ഫായിലുൻ മർഫൂ ആണ്, വഅലാമത്തു റഫ്ഇഹി അൽ അലിഫ് ലിഅന്നഹു മുൽഹഖുൻ ബിൽ മുസന്ന. അഷ്റത്ത എന്നുള്ളത് മബ്നിയുൻ അൽ ഫത്ഹി ലാ മഹല്ല ലഹു മിനൽ ഇറാബി. രണ്ടാമത്തെ ഉദാഹരണം ഇത് അർസൽന ഇലൈഹി മുസ്നൈനി, ഇത് അർസൽന ഇലൈഹി മുസ്ന, അവരിലേക്ക് നമ്മൾ അയച്ച സന്ദർഭം ഇസ്നൈനി രണ്ടാളുകളെ. ഇവിടെ ഇസ്നൈനി എന്നുള്ളത് അർസൽന ഫീൽ ദമീർ ഫായിൽ അവിടെ വന്നല്ലോ, അപ്പം അതിൻ്റെ മഫ്ഊലായിട്ടാണ് വരുന്നത്. വഅലാമത്തു നസ്ബിഹി, ഇവിടെ നസ്ബിൻ്റെ അടയാളം എന്നുള്ളത് യാ ആണ്, കാരണം അത് മുസന്നയോട് ചേർക്കപ്പെട്ടതാണ്. ലാ ഹസദ ഇല്ലാ ഫിസ്നത്തൈനി എന്നുള്ള ഹദീസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസ്നത്തൈനി ഫി എന്നുള്ള ജറിൻ്റെ അക്ഷരം വന്നു, ഇസ്നത്തൈനി എന്നുള്ള മജ്റൂറാണല്ലോ, അതാണ് ഇസ്മുൻ മജ്റൂറുൻ ബിഫി വഅലാമത്തു ജർരിഹി അൽ യാ ലിഅന്നഹു മുൽഹഖുൻ ബിൽ മുസന്ന. അപ്പോൾ ഇസ്നാനി ഇസ്നത്താനി എന്നുള്ളത് അത് മുസന്നയുടെ നിബന്ധനകൾ ഒത്തിട്ടില്ലെങ്കിലും അതിന് നിരുപാധികം ഒരു നിബന്ധനയും ഇല്ലാതെ തന്നെ അതിന് മുസന്നയോട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. മുസന്നയുടെ ഇറാബ് തന്നെ ആയിരിക്കും. സാനിയൻ കില വ കിൽത്ത, രണ്ടാമതായി കിലയും കിൽത്തയും. യുൽഹഖാനി ബിൽ മുസന്ന, ഈ കിലയും കിൽത്ത ഇത് രണ്ടിനെയും ചേർക്കപ്പെടും തസ്നിയയോട് ബി ഷറത്തിൽ ഇളാഫത്തിൽ ലമീർ, അത് രണ്ടും ഇളാഫത്തിലേക്ക്, രണ്ടും ഇളാഫത്ത് ചെയ്യണം ബിലൽ ലമീർ ലമീറിലേക്ക്, അത് രണ്ടും ലമീറിലേക്ക് ഇളാഫത്ത് ചെയ്യണം എന്നൊരു നിബന്ധനയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫയക്കൂനാനി ബിഹാദ ശക്ലി, ഈ രണ്ട് പദങ്ങളുടെയും രൂപം ഇങ്ങനെയായിരിക്കും. കിലാഹുമ കിൽത്താഹുമ ഫി ഹാല റഫി, റഫിൻ്റെ അവസരത്തിൽ കിലാഹുമ എന്നാണ് വരിക, കിൽത്താഹുമ എന്നാണ് റഫിൻ്റെ അവസരത്തിൽ വരുന്നത്. അതേ സമയത്ത് നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിൽ കിലൈഹിമ കിൽത്തൈഹിമ എന്നാണ് വരിക. നമുക്ക് ഉദാഹരണം നോക്കാം. ഹദറ റജുലാനി കിലാഹുമ, രണ്ടാളുകൾ ഹാജരായി. ഈ കിലാഹുമ എന്നുള്ള ചേർക്കുന്നത് അത് തഅക്കീദിന് വേണ്ടിയിട്ടാണ്, ആ രണ്ടാളുകൾ തന്നെ, അവർ രണ്ടുപേർ തന്നെ ഹാജരായത്. ഇവിടെ അർറജുലാനി എന്നുള്ളത് ഫായിലുൻ മർഫൂൻ, ഹദറ എന്നുള്ള ഫീലിൻ്റെ ഫായിലാണ്. ഇവിടെ റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം മുസന്നയാണ്, നേരത്തെ പറഞ്ഞല്ലോ. കിലാഹുമ കില എന്നുള്ളത് തൗക്കീദുൻ മഅനവിയും, അത് മഅനവിയായ ഒരു തൗക്കീദാണ്, മർഫൂഉമാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ മഅനയിൽ അർത്ഥത്തിലൊന്നും കൂടി ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. വഅലാമത്തു റഫ്ഇഹി അൽ അലിഫ്, അവിടെ റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം ലിഅന്നഹു മുൽഹഖുൻ ബിൽ മുസന്ന, ഈ കില എന്നുള്ളത് മുസന്നയോട് ചേർക്കപ്പെട്ടതാണ്. വഹുവ മുലാഫുൻ, അത് മുലാഫുമാകുന്നു. ഹുമ എന്നുള്ളത് ലമീറുൻ മുത്തസിൽ മബ്നിയും ഫി മഹല്ലി ജറിൻ മുലാഫുൻ ഇലൈഹി, ഹുമ എന്നുള്ളത് മുലാഫ് ഇലൈഹി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് കില എന്നുള്ളത് മുലാഫുമാണ്. പിന്നെ രണ്ടാമതായി ഉദാഹരണം റഅയ്തുർ റജുലൈനി കിലൈഹിമ, ഞാൻ രണ്ടാളുകളെ കണ്ടു, ആ രണ്ടാളുകളെ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവിടെ റജുലൈനി എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അതോടൊപ്പം മൻസൂബാണ്. റഅയ്തു എന്നുള്ള ഫായിൽ അവിടെ വന്നു, അതിൻ്റെ മഫ്ഊലാണ് റജുലൈനി എന്നുള്ളത്. ഇവിടെ നസ്ബിൻ്റെ അടയാളം യാ ആണ്, കാരണം മുസന്ന. കിലൈഹിമ എന്നുള്ളത് തൗക്കീദുൻ മഅനവിയുൻ മൻസൂബൻ, അത് മഅനവിയായ തൗക്കീദാണ്, അതോടൊപ്പം മൻസൂബുമാണ്. വഅലാമത്തു നസ്ബിഹി അൽ യാ, ഇവിടെ നസ്ബിൻ്റെ അടയാളം യാ ആണ്, കാരണം അത് മുസന്നയോട് ചേർക്കപ്പെട്ടതാണ്. അതോടൊപ്പം ഓഹു മുലാഫുൻ, അത് മുലാഫുൻ ചേർക്കപ്പെട്ടിട്ടുണ്ട്, ലമീറിലേക്ക് അതിനെ ചേർത്തിട്ടുണ്ടല്ല, അതാണ് ഹുമ എന്നുള്ളത് ലമീറുൻ മുത്തസിലുൻ മബ്നിയും ഫി മഹല്ലി ജറിൻ മുലാഫുൻ ഇലൈഹി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇനി മൂന്നാമതായ ഉദാഹരണം മറർത്തു ബിർ റജുലൈനി കിലൈഹിമ, ഇവിടെ റജുലൈനി എന്നുള്ളത് ഇസ്മുൻ മജ്റൂറുൻ വഅലാമത്തു ജർരിഹി അൽ യാ, ജറിൻ്റെ അടയാളം യാ ആണ് ഇവിടെ, കാരണം തസ്നിയാണ്. കിലൈഹിമ എന്നുള്ളത് തൗക്കീദുൻ മഅനവിയുൻ, അവിടെ തൗക്കീദാണ്, മഅനവിയായ തൗക്കീദാണ്, അതോടൊപ്പം മജ്റൂറുമാണ്, കാരണം ജറിൻ്റെ അക്ഷരം അവിടെ ജറിൻ്റെ അടയാളം എന്നുള്ളത് യാ കൊണ്ടാണ്, കാരണം മുസന്നയുടെ മുൽഹഖാത്താണ്, അതോടൊപ്പം ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ലമീറിലേക്ക് എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ മുഅന്നസിൻ്റെ ഉദാഹരണത്തിന് ശേഷം പറയുന്നു തഖൂലു മഅൽ മുഅന്നസി ഹളറത്തിൽ മർഅത്താനി കിൽതാഹുമ, റഅയ്തുൽ മർഅത്തൈനി കിൽതൈഹിമ, മറർത്തു ബിൽ മർഅത്തൈനി കിൽതൈഹിമ. കില എന്നുള്ളത് മുദക്കറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു, കിൽത എന്നുള്ളത് അത് മുഅന്നസിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു.
ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കിലയെയും കിൽത്തയെയും ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമ്മുടെ മുസന്നയുടെ ഇറാബ് നൽകപ്പെടുക എന്ന് പറഞ്ഞു. ഇനി അതേ സമയത്ത് ഫൈൻ ഉലീഫ ഇലസ്മിൻ ലോഹിൻ, ഇനി ലോഹിറായ ഇസ്മിലേക്കാണ് ഈ കിലയെയും കിൽത്തയെയും ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ ഒഴിബ ഇറാബിൽ ഇസ്മിൻ മക്സൂർ, അപ്പോൾ അത് രണ്ടിനും മക്സൂറായ ഇസ്മിൻ്റെ ഇറാബാണ് നൽകപ്പെടുന്നത്. അതായത് ബിൽ ഹറക്കാത്തിൽ മുഖദ്ദറത്തി അലൽ അലിഫ്, അലിഫിൻ്റെ മേൽ മുഖദ്ദറത്തായ ഹറക്കത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ഉദാഹരണം നോക്കാം. ഹലറ കിലർ റജുലൈനി എന്ന് പറയാം. അവിടെ കില എന്നുള്ളത് ഫായിലും മർഫുവാണ്, ഹലറ എന്നുള്ള ഫീലിൻ്റെ ഫായിലാണല്ലോ. അവിടെ റഫ്ഇൻ്റെ അടയാളം അല്ലമ്മത്തുൽ മുഖദ്ദറത്തു അലൽ അലിഫി, അലിഫിൻ്റെ മേൽ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. മുനിയമിൽ ലോഹുരിയ തഅദ്ദുറാണ് അതിന് വെളിവാകാൻ പ്രയാസമുള്ളത്. വഹുവ മുലാഫുൻ, അത് മുലാഫുമാണ്, അത് ഇലാഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അർ റജുലൈനി എന്നുള്ള മുലാഫുൻ ഇലഹിയാണ് മജ്റൂറൻ വലാമത്ത് ജർരിഹി അൽ യാ ലി അന്നഹു മുസന്ന, അവിടെ ജറ് യാ കൊണ്ടാണ്, കാരണം അത് മുസന്നാണ് റജുലൈനി എന്നുള്ളത്. അതേസമയത്ത് കില എന്നുള്ളത് ഇവിടെ ഇലാഫത്ത് ചെയ്തത് ലോഹിറായ ഇസ്മിലേക്കാണ്, കിലർ റജുലൈനി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ കില എന്നുള്ളത് എനിക്ക് ഇറാബ് നൽകുന്നത് മക്സൂറായ ഇസ്മിൻ്റെ ഇറാബാണ്, അതായത് അലിഫിൽ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ് റഫ് കൊടുക്കുന്നത്. അതുപോലെ റഅയ്തു കിലർ റജുലൈനി, ഞാൻ അവർ രണ്ടുപേരെയും കണ്ടു. ഇവിടെ കില എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. റഅയ്തു എന്നുള്ള ഫീല് ഫായിലിൻ്റെ മഫ്ഊലാണ് ഇത് വരുന്നത്, കില എന്നുള്ളത്. അതോടൊപ്പം അവിടെ നസ്ബിൻ്റെ അടയാളം അൽ ഫത്ഹത്തുൽ മുഖദ്ദറത്തു അൽ അലിഫി, അലിഫിൻ്റെ മേൽ സങ്കല്പിക്കപ്പെടുന്ന ഫത്ഹത്താണ് അവിടെ നസ്ബിൻ്റെ അടയാളം. അതുപോലെ വഹുവ മുലാഫിൻ ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റജുലൈനി എന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുലാഫിൻ ഇലഹിയാണ്, മജ്റൂറുൻ വഅലാമത്ത് ജർരിഹി അൽ യാ ലി അന്നഹു മുസന്ന. മൂന്നാമത്തെ ഉദാഹരണം മറർത്തു ബി കിലർ റജുലൈനി എന്ന് പറയുമ്പോൾ അവിടെ ബാ ജറിൻ്റെ അക്ഷരം വന്നു, കില എന്നുള്ളത് മജ്റൂറാണ്, മജ്റൂറാകുമ്പോൾ ജറ് വേണം. ഇവിടെ ജറിൻ്റെ അടയാളം എന്നുള്ളത് അലിഫിൻ്റെ മേൽ മുഖദ്ദറത്തായ കസ്റത്താണ്. അതോടൊപ്പം അത് മുലാഫാണ്. റജുലൈനി എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുലാഫുൻ ഇലൈഹിമാകുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഉണർത്തലുണ്ട്. തുഹദഫുൻ നൂനു മിനൽ മുസന്ന ഇൻദ ഇലാഫത്തിഹി, ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത്, മുസന്നയെ ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നൂനിനെ കളയപ്പെടും. ഉദാഹരണം നോക്കാം. ഹാദാനി കിതാബ മുഹമ്മദിൻ, ഹാദാനി കിതാബ മുഹമ്മദിൻ, ഇത് രണ്ടും മുഹമ്മദിൻ്റെ കിതാബാകുന്നു. ശരിക്കും ഇവിടെ ഹാദാനി, ഇത് രണ്ടും കിതാബാനി, കിതാബാനി രണ്ട് കിതാബാകുന്നു. മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ ശരിക്കും വേണ്ട. ഈ കിതാബാനി എന്നുള്ളതിനെ മുഹമ്മദിൻ എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ, അതിനെ ചേർത്തിയപ്പോൾ ഇവിടെ കിതാബാനി എന്നുള്ളതിൽ നൂനിനെ കളയപ്പെട്ടു. അവിടെ ഇറാബ് നോക്കുകയാണെങ്കിൽ കിതാബ എന്നുള്ളത് ഖബറാണ്, ഹാദ എന്നുള്ളത് മുബ്തദയാണ്, കിതാബ എന്നുള്ളത് ഖബറാണ്. അതോടൊപ്പം ഖബറിന് ഇറാബ് റഫ് ആണല്ലോ, അവിടെ റഫിൻ്റെ അടയാളം അലിഫാണ്, കാരണം തസ്നിയാണ് കിതാബാനി. അപ്പോൾ ഹുദിഫത്തിൻ നൂനിൽ ഇലാഫത്തി, അവിടെ നൂനെ കളഞ്ഞത് ഹിലാഫത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഖറഅത്തു കിതാബൈ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ രണ്ട് കിതാബ് ഞാൻ എന്ത് ചെയ്തു, വായിച്ചു. ഇവിടെ കിതാബൈ എന്ന് പറയുമ്പോൾ അത് മഫ്ഊലാണ്, മഫ്ഊലിന് ഇറാബ് നസ്ബാണ്. ഇവിടെ നസ്ബ് യാ കൊണ്ടാണ്, കാരണം തസ്നിയാണല്ലോ, അന്നഹു മുസ്ന. അവിടെ നൂനെ കളഞ്ഞിട്ടുണ്ട്, കിതാബൈനി മുഹമ്മദിൻ എന്നാണ് ഉണ്ടായിരുന്നത്. അവിടെ ഹുദിഫത്തിൻ നൂനിൽ ഇലാഫത്തി, ഇലാഫത്തിന് വേണ്ടിയിട്ടാണ് നൂനിനെ കളഞ്ഞത്. മൂന്നാമത്തെ ഉദാഹരണം അല്ലഖ്തു അല കിതാബൈ മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ രണ്ട് കിതാബിൻ്റെ മേലെ തഅലീഖാക്കി. ഇവിടെ കിതാബൈ എന്നുള്ളത് മജ്റൂറായ ഇസ്മാണല്ലോ, കാരണം ബി അല കൊണ്ട് ജറ് ചെയ്യപ്പെട്ടതാണ്. അവിടെ ജറിൻ്റെ അടയാളം യാ ആണ്, കാരണം തസ്നിയാണ്. അവിടെയും നൂനെ കളഞ്ഞിട്ടുണ്ട്, കിതാബൈനി മുഹമ്മദിൻ എന്നുള്ളത് ഇലാഫത്തിന് വേണ്ടിയിട്ട് കളയപ്പെട്ടതാണ്. അതിൽപ്പെട്ട ആയത്തുകളാണ് ശേഷം കൊടുക്കുന്നത്. തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ്, തബ്ബത്ത് യദാ അബി ലഹബിൻ, അബൂലഹബിൻ്റെ ഇരു കരങ്ങൾ നശിക്കട്ടെ എന്ന് പറയുമ്പോൾ തബ്ബത്ത് യദാനി എന്ന് വേണം. അവിടെ അബൂലഹബിലേക്ക് യദിനെ ഇലാഫത്ത് ചെയ്തപ്പോൾ അവിടെ നൂനിനെ കളഞ്ഞു. അതുപോലെ വത്തുലു അലൈഹിം നബഅ ഇബ്നൈ ആദമ, അവിടെ ഇബ്നൈ എന്നുള്ളതിന് ആദം എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോൾ അവിടെ നൂനെ കളഞ്ഞു. അതുപോലെ മൂന്നാമത്തെ ഉദാഹരണത്തിൽ ഫക്കാന അബവാ മുഅ്മിനൈനി, അബവാനിഹി എന്ന് ശരിക്കും വരണം അബവാനി, പക്ഷെ അവിടെ നൂനെ കളഞ്ഞതാണ്, അവിടെ ഇലാഫത്ത് ചെയ്തത് കൊണ്ടാണ് നൂനെ കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ തസ്നിയയെ ഇലാഫത്ത്, മുസന്നയെ ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ നൂനിനെ കളയപ്പെടും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്.